ഞാനാ ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു ചേച്ചി. കുറച്ച് പണിയുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ തട്ടിലെ അടി ഉണ്ടായിരുന്നു 5500. എന്നാ ഞാൻ ഇതെടുത്തു. കാശേ ഞാൻ വൈകിട്ട് തരാവേ. ശരി. എടോ മണി, താൻ ഇതിനാടോ ഇതൊക്കെ എടുത്ത് വെറുതെ കാശ് കളയുന്നേ? അയ്യോ, അതിന് ഞാൻ എപ്പോഴും അങ്ങനെ ലോട്ടറി എടുത്ത് പൈസ കളയലൊന്നുമില്ല. ഇടയ്ക്കൊക്കെ എടുക്കും, ഇടയ്ക്കൊക്കെ അടിക്കും. കഴിഞ്ഞ മാസം എനിക്കൊരു 5000 രൂപ അടിച്ചു. ആ പൈസ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ചിലവാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഓണം ബമ്പർ വെറും 4 അക്കത്തിനാണ് പോയത്, അറിയാമോ? പിന്നെ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ തലയുടെ വര എപ്പോഴാണ് തെളിയാൻ പോകുന്നതെന്നുള്ളത്. വര കുറേ തെളിയും. ഇങ്ങനെ വര തെളിഞ്ഞ എത്ര പേരെ തനിക്കറിയാവടോ? കളഞ്ഞിട്ട് കാശ് കിട്ടുന്ന വല്ല പണിക്കും പോകാൻ നോക്കും മണി. കാശുണ്ടാക്കാൻ എന്താണ്? കാശുണ്ടാക്കാനല്ലേ ഞാൻ ഈ പണി ചെയ്യുന്നത്. മണിയുടെ അപ്പം ചെയ്തുകൊണ്ടിരുന്ന പണി തന്നെയല്ലേ മണിയും ചെയ്യുന്നേ. ഇതിനകത്തുനിന്നൊക്കെ എന്തോ കിട്ടാനാ? മല്ലി ചെയ്യുന്നത് മല്ലിയുടെ അപ്പം ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെയല്ലേ, അല്ലാതെ കളക്ടർ പണിയൊന്നും അല്ലല്ലോ. കപ്പലിൻ്റെ ഉണ്ടോ? ഞാൻ കളക്ടറൊന്നും ആവത്തില്ല, പക്ഷെ കാശുണ്ടാക്കും. ഞാൻ വെറുതെ ഭാഗ്യം നോക്കി നിൽക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യും. മണിക്ക് എൻ്റെ കൂടെ നിൽക്കാവോ? ഞാൻ എന്തിനാ മല്ലിയുടെ കൂടെ വിളിക്കുന്നു? ആ കൂലിക്ക് വിളിക്കുന്ന ഒരാള്, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ലല്ലോ നമ്മൾ തമ്മിൽ. ഉണ്ടോ? എത്രയായി പൈസ? അതെ, എൻ്റെ ചായയുടെ പൈസ എനിക്കറിയാൻ കൊടുക്കാൻ. പിടിച്ച് മണി, ആ വെള്ളം ഇച്ചിരി തരുമോ? വെള്ളം വേണോ? എനിക്കൊന്നും വേണ്ട.
മണി, ഞാനിവിടെ എത്ര പേരോട് മിണ്ടുന്നുണ്ട് മണി? വളരെ കുറച്ച് പേരോടല്ലേ മിണ്ടുന്നുള്ളൂ. അതിൽ കൂടുതലും തന്നോട് തന്നെയല്ലേ മിണ്ടുന്നത്. അത് തൻ്റെ അടുത്തൊരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ വിശ്വാസമൊക്കെ ഉണ്ടല്ലേ? എനിക്ക് ആ സാധനം തീരെ ഇല്ല വേണ്ടി. ഇത്ര നാളായല്ലേ ഞാൻ തന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. വർഷം കുറെ ആയില്ലേ? എനിക്കറിയാം നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. വീണ്ടും വലിയ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ. പക്ഷെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ജീവിക്കാന്ന് വിചാരിച്ചോണ്ടല്ലോ. കടല് വറ്റിച്ച് മീൻ പിടിക്കാൻ പോകുന്ന പോലെ. നോക്കണ്ട, ഏതോ സിനിമയിലെ ഡയലോഗ് കേട്ടാണ്. ജീവിതം ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാ മണി. എങ്കിൽ എനിക്ക് ജീവിതം മടുത്തു. എന്നും ചിട്ടിയും പലിശയും പ്രാരാബ്ദവും. എനിക്ക് അതിനേക്കാളും വലുതൊന്നും അല്ല മണി പ്രേമവും പരിപാടിയും ഒന്നും. എനിക്ക് എങ്ങനെങ്കിലും ജീവിച്ചാൽ പോരാ, എനിക്ക് നന്നായിട്ട് ജീവിക്കണം. പോവാ. അല്ലേ അല്ലേ ആ മല്ലി, ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് ഞാൻ എപ്പോഴൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? മല്ലി, എൻ്റെ ഇഷ്ടം ഞാൻ എപ്പോഴൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴൊക്കെ നീ അതിന് പറയണ മറുപടി ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അവസ്ഥ എന്താണെന്നും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ, നല്ല വേദന കേട്ടാ. വിശപ്പിനെക്കാളും വലിയ വേദനയൊന്നും ഇല്ലല്ലോ. വിശപ്പിനേക്കാൾ തള്ള നിന്റെ പൊടി. വിശപ്പിനേക്കാളും വലിയ വേദന ഒന്നും അല്ലെങ്കിലും അല്ലേ, നീ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എന്താഗ്രഹിച്ച നമ്മൾ എന്താഗ്രഹിച്ചാലും ഉണ്ടല്ലോ, നല്ലപോലെ ആഗ്രഹിച്ചാൽ നമുക്കത് കൺമുമ്പിൽ തന്നെ കാണും. ആ ആഗ്രഹം നടക്കുമെന്ന് പറയണേ. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല എങ്കിലും ഹായ്, നീ മുന്നോട്ട് കാര്യങ്ങളായിട്ട് പോകും. എന്തായിരുന്നാലും ഞാനുണ്ട്. എന്തോ അല്ല, ഞാനുണ്ടെന്ന് പറയുമായിരുന്നു. നേരത്തെ എന്നിട്ട് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, വേറെ എന്തൊക്കെയോ ആയിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലേ. ഓ വേണ്ട മല്ലി, ഞാൻ ഉണ്ട് മല്ലി. ഓ അതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല. മല്ലി, എന്താടി മല്ലി, ഇനി വരുന്നതേ ഉള്ളോ? എത്തിയുള്ളൂ ചേച്ചി. ചേച്ചി എവിടെ പോവാ? അയ്യോ, നിന്റെ അമ്മ എണ്ണ വാങ്ങാൻ പറഞ്ഞു വിട്ടതാ, ഞാനങ്ങ് മറന്നുപോയി. ഇവളോട് സംസാരിച്ചിരുന്നങ്ങ് മറന്നുപോയി. അവിടെ എന്താ? അവിടെ നിന്റെ അമ്മയ്ക്ക് ദുബായിലോട്ടൊരു വിസ വരുന്നുണ്ട്. വിസയോ? നീ വാ, അപ്പൊ കാണാം. ശരി, പോട്ടെ. ശരി ചേച്ചി ഒരു മിനിറ്റ്. ആ കൊട്ടയം കൊടു. ആ കൊട്ടയം കൊടുക്കാൻ. ആ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, വീട്ടിലോട്ടല്ലേ, ഇതും കൂടെ ഒന്ന് കൊണ്ടുപോയേക്കെ. പോകായിരുന്നു നേരത്തെ. എന്ത്? ഞാൻ വിളിക്കാം. വിളിക്കാം.